എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. അത് ആ കണ്ടുപിടുത്തത്തോടുകൂടി ഈ ഈ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സയൻറ്റിഫിക് കാഴ്ചകൾക്കും അല്ല കണ്ടെത്തലുകൾക്കും വ്യത്യാസം ഉണ്ടാവുകയും എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. എനർജി ഉണ്ടാക്കാനൊക്കില്ല, നശിപ്പിക്കാനൊക്കില്ല. ഇറ്റ് ക്യാൻ ബി കൺവെർട്ടഡ്. ഇതിനെ ഓരോന്നായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ആ ഐഡിയ ഇത് 2500 വർഷമെങ്കിലും മുമ്പ് ഉണ്ടായതാണ് എന്ന് അവിതർക്കിതമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുകയാണ്. ന ജായതേ മ്രിയതേ വാ കഥാചിത്. എനർജി ന ജായതേ, ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല. ജനനത്തിന് എന്ത് വേണം? ജനനത്തിന് എനർജി വേണം. അതിൻ്റെ കോൺഷ്യസ്നസ് കൂടി ചേരുമ്പോൾ, ബോധമനസ്സോടെ ചേരുമ്പോൾ ജീവൻ വയ്ക്കുകയായി. അങ്ങനെയുള്ള ആ ആ ജീവൻ അത് നശിക്കുന്നില്ല, മരിക്കുന്നില്ല. ഉണ്ടായിട്ട് വേണ്ടേ അത് എനർജി പുതുതായിട്ട് ഉണ്ടായിട്ട് വേണ്ടേ അത് നശിക്കാൻ എന്ന് ചോദിക്കുകയാണ്. ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. ഇത് എന്നുണ്ടായതാണ് ഈ എനർജി? അജോ നിത്യഃ ശാശ്വതോ അയം പുരാണോ. പണ്ട് ലോകമുണ്ടാകുന്ന കാലം മുതലേ, ലോകം എന്ന് പറയുന്നത് എനർജിയും കൂടി ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ എനർജി ന ജായതേ മ്രിയതേ. എന്തുകൊണ്ടാണ്? അത് അജോദിത്യഃ ശാശ്വതോ അയം പുരാണോ. ഇത് നിലവിലിരിക്കുകയാണ്. ഇതിന് യാതൊരു വിധമായ മാറ്റങ്ങളും ഉണ്ടാവത്തില്ല. ശാശ്വതമായി നിൽക്കുന്നതാണ്. അതിപുരാതന കാലം മുതലേ ഉണ്ടായിട്ടുള്ളതാണ്. എന്താണ് കണ്ടുപിടുത്തം ഒരു സ്പോട്ടിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായതെന്നും അത് ഗേഷ്യസ് ഫോമിൽ നിന്നാണെന്നും അത് അവ്യക്തമായിരുന്നു എന്നും അത് വ്യക്തമായിട്ട് പിന്നീടാണ് വന്നതെന്നും ഇതിൻ്റെ അവസാനം അവ്യക്തതയിലേക്ക് അവസാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഇത് ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോദിത്യഃ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ അന്യമാനേ ശരീരേ. അടുത്തത് പറയുന്നത് എന്താണ്? വേദാവിനാശിനം നിത്യം യാ യേനമജമവ്വയം കഥം സാ പുരുഷഃ പാർത്ഥ ഖം ഖാദേതി ഹന്തികം. ഒരു ജീവനും ഒരു ആത്മാവും ഇത് നശിക്കുന്നില്ല. അത് വേദാവിനാശിനം നിത്യം, ലോകമുണ്ടായ കാലത്തോളം അതിന് യാതൊരു വിധമായ നാശവും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഈ ആത്മാവിനെ, എന്നും നിലനിൽക്കുന്നവനും ജനിക്കാത്തവനുമായ ഈ ആത്മാവിനെ, ശാശ്വതമായി നിൽക്കുന്ന ഈ ആത്മാവിനെ, അത് പുനർജനിക്കാത്ത ഈ ആത്മാവിനെ ഇങ്ങനെ പരലോകത്തോട്ട് പോകുമെന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് ഗീതയിൽ പറയുന്നത്. വാസാംശി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാദി നരോപരാണി. വാസാംശി ജീർണാനി, ജീർണിച്ച വസ്ത്രം പോകുന്നത് പോലെയാണ് ആ ജീവനുള്ള ആ കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഭാഗം മാറുകയാണ്. എന്നിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും? ആത്മാവിനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അത് നവാനി ഗൃഹണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാനി സംജാതി നവാനി ദഹി. വിഹായസിൽ ഈ അന്തരീക്ഷത്തിൽ അത് ജീർണിച്ച വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ഈ ആത്മാവ് വീണ്ടും അവിടെ തനിക്കാണ്. ആ ആത്മാവിന് യാതൊരു വിധമായ ചലനവും ഉണ്ടായിട്ടില്ല. ആത്മാവ് അവിടെ തന്നെ ഉണ്ടാകും. നൈനം ചിന്തന്തി ശസ്ത്രാണി. ഒരു അസ്ത്രം കൊണ്ട് ഇല്ലെങ്കിൽ ഒരു യന്ത്രം കൊണ്ട് അത് നശിപ്പിക്കാനൊക്കത്തില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവഹ. അതിനെ അഗ്നി കൊണ്ട് അതിനെ ചൂടാക്കാനൊക്കത്തില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക.
ന ജൈനം ക്ലേദയന്ത്യപ്പോ ഒരു ഇത് തണുപ്പിക്കാനൊക്കത്തില്ല. മഴ വേണം, വെള്ളം വേണം പറഞ്ഞ് പേമാരി വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആത്മാവിന്, ഈ എനർജിക്ക് യാതൊരു നാശവും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് 20-ാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തം ഭഗവത്ഗീതയിൽ 2500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കണ്ടുപിടുത്തങ്ങൾ പ്രവചനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. അതുപോലെ തന്നെയാണ് ശോഷയതി മാരുത, അത് മാരുതൻ, കാറ്റിന് അതിനെ എനർജിയെ തള്ളിക്കളയാനൊക്കത്തില്ല, ചലിപ്പിക്കാനൊക്കത്തില്ല, അതിന് നീക്കാനൊക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കൂടി, ഇപ്പോൾ മൊബൈലിൽ കൂടി നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ടി വിയിൽ കൂടി ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും എങ്ങനെ മനസ്സിലാക്കുന്നു? കമ്പിയില്ലാ കമ്പിയാണ്. ഇതെങ്ങനെയാണ് കമ്പിയില്ലാ കമ്പി അതിൻ്റെ സ്ഥാനം നിർവഹിക്കുന്നത്? ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന, ഈ ലോകത്ത് നിലനിൽക്കുന്ന എനർജിയാണ്. ഈ എനർജിയുടെ ശാസ്ത്രീയത അറിയാവുന്നത് കൊണ്ടാണ് നാസയിൽ ഇതൊരു ഭഗവത്ഗീത ഒരു പാഠ്യ വിഷയമാണ്. സുനിത വില്യംസ് ബഹിരാകാശത്ത് യാത്ര ചെയ്തപ്പോഴും ഭഗവത്ഗീതയുടെ ഒരു കോപ്പി കൈവച്ചിരുന്നു. എന്തിനാണ്? ആത്മീയതയ്ക്കല്ല, അത് അവിടെ അത് കൊണ്ടുപോയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ കൂടിയാണ്. അച്ഛേദ്യോ അയം അദാഹ്യോ അയം അക്ലേദ്യോ അശേഷ്യ ഏവച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അജലോയം സനാതന. ഇന്ന് എന്നും സനാതനമായിട്ട് നിലനിൽക്കുന്നതാണ്, യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് പറയുന്ന അവ്യക്തവും അയം അചന്ത്യോ അയം അവികാര്യോ അയമച്യുതേ തസ്മാദേവം വിധിദൈനം നാനുശോചിതും അർഹസി. ഈ അവ്യക്തമായിരുന്നത് പിന്നെ വ്യക്തമായി വരികയും വ്യക്തമായത് അവ്യക്തമായി തീരുകയും ചെയ്യും. ഒരു ജനനം ഉണ്ടാകുമ്പോൾ തന്നെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവ്യക്തതയിൽ നിന്നും പിന്നെ അതിനുശേഷം അത് വ്യക്തമായിട്ടും അത് വീണ്ടും ലയിച്ച് അത് എനർജിയിൽ ലയിക്കുകയുമാണ്. റീബർത്തിനെ കുറിച്ചൊന്നും ഭഗവത്ഗീതയിൽ പറയുന്നില്ല. പുനർജനം, സ്വർഗവും ഇതൊന്നും പറയുന്നില്ല. അങ്ങ് പരാശക്തിയിലോട്ട് ലയിക്കുന്ന ആ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ആ ബ്രഹ്മം പരാശക്തിയാണ്. ആ ബ്രഹ്മം വിസ്ഡമാണ്. അത് നിർഗുണനാണ്, രൂപമില്ലാത്തതാണ്, അവ്യക്തമാണ്. ഈ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ ഗഹനമായിട്ട് ഐൻസ്റ്റീൻ മനസ്സിലാക്കുകയും അത് ഗീതയെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദ റിലീജിയസ് ഫീലിംഗ്, ദ കോസ്മിക് റിലീജിയസ് ഫീലിംഗ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് നോബ്ലസ്റ്റ് മോട്ടീവ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് വർക്ക് എന്ന് പറഞ്ഞത്. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.